അങ്ങനെ മരുന്ന് കുടിച്ചതിന് ശേഷമുള്ള കണ്ണന്റെ ആ തളർച്ചയും അസ്വസ്ഥതയൊക്കെ കണ്ട മഹാലക്ഷ്മി വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ടെങ്കിലും ശേഷം വൈദ്യനെ വിളിക്കുന്ന മഹാലക്ഷ്മിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ വല്ലാത്തൊരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ നൽകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കണ്ണൻ സാറ് ഇന്ന് ഓഫീസിൽ വരുന്നില്ല എന്ന് സാഗറിൽ നിന്നും അറിയുന്ന മേഘനാണെങ്കിൽ സാഗറിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ ഇന്ന് തന്നെ നിന്റെ മനസ്സിലുള്ള ഇഷ്ടം മഹാലക്ഷ്മിയോട് തുറന്നു പറയണം. നിന്റെ ഇഷ്ടം അവൾ ഒരിക്കലും തള്ളിക്കളയില്ല. പെട്ടെന്ന് ഒരു മറുപടി അവൾ തന്നില്ലെങ്കിലും കണ്ണന്റെ മുന്നിൽ നിന്നെ ഒരിക്കലും അവൾ മോശക്കാരനാക്കില്ല എന്നെല്ലാം മേഘൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് സമ്മതം മൂളുന്നുണ്ട് കേട്ടോ സാഗരം. ഈ ഒരു ഭാരം ഇനിയും എനിക്ക് മനസ്സിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇന്ന് തന്നെ അവളെ ഞാൻ എൻ്റെ ഇഷ്ടം അറിയിക്കുമെന്ന് സാഗരം പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഓഫീസിൽ പോകാനായിട്ട് സാരി തിരയുന്ന മഹാലക്ഷ്മിയോടായിട്ട് വിഷുവിന് സാഗർ തന്ന സാരി സാരി ഉടുത്തുകൊണ്ട് പോകാൻ കണ്ണൻ പറയുമ്പോൾ മറ്റുള്ള ആണുങ്ങൾ തന്ന് സാരി ഉടുക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ടെങ്കിലും സാഗർ നമുക്ക് അന്യോന്യൊന്നും അല്ലല്ലോ. ഓഫീസിലെ അക്കൗണ്ടന്റ് ആണെങ്കിലും അതിലും മേലെയുള്ള കാര്യങ്ങളല്ലേ അവൻ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അതുകൊണ്ട് സാഗറിനെ നമ്മൾ എപ്പോഴും ഹാപ്പിയാക്കി നിർത്തണമെന്നും പിന്നീട് പോകുന്ന വഴി സാഗറിനെ കൊണ്ട് മുല്ലപ്പൂ മേടിപ്പിച്ച് നാടൻ പെൺകുട്ടിയായിട്ട് ഓഫീസിലേക്ക് പോകണമെന്നും ഓഫീസിൽ എത്തിയാൽ ഉടൻ വീഡിയോ കോൾ ചെയ്യണമെന്നും മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ മഹാലക്ഷ്മി സാഗർ കൊടുത്ത സാരി ഉടുത്തുകൊണ്ട് വരുന്ന കരുണയും മഞ്ജുവും ചേർന്ന് മഹാലക്ഷ്മിയെ വീണ്ടും സാഗറിനോടൊപ്പം ചേർത്ത് കഥകളൊക്കെ മെനയാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ കരുണയ്ക്കും മഞ്ജുവിനും തക്ക മറുപടി തന്നെ മഹാലക്ഷ്മി കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നീട് സാഗർ മഹാലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് കമലേശ്വരത്ത് എത്തുന്നു. മഹാലക്ഷ്മിയോട് എങ്ങനെ ഇഷ്ടം അറിയിക്കും, അവൾ അത് തള്ളിക്കളയുമോ എന്നുള്ള ആശങ്കയോടെ നിൽക്കുന്ന സാഗർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മേഘൻ പറഞ്ഞ വാക്കുകളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. നീ അവളോട് നിന്റെ ഇഷ്ടം പറയുമ്പോൾ ഒരു കാരണവശാലും അവൾ നിന്റെ ഇഷ്ടം തള്ളിക്കളയില്ല എന്നെല്ലാം മേഘൻ പറയുന്നത് കേട്ട് വീണ്ടും മഹാലക്ഷ്മി ഇഷ്ടം അറിയിക്കാൻ തന്നെ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ സാഗരം. ശേഷം മഹാലക്ഷ്മി സാഗറിനോടൊപ്പം ഓഫീസിലേക്ക് പോയതിനു ശേഷം പൂച്ചയെ പോലെ ഇരുന്നവൾ ഒരവസരം വന്നപ്പോൾ പുലിയെ പോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഇനി അവൾ ഈ വീട്ടിലും അധികാരം സ്ഥാപിക്കുന്നതൊക്കെ നമ്മൾ കാണേണ്ടി വരും. അവളുടെ വാക്ക് കേട്ട് കണ്ണച്ചാരി നമ്മളെ ഇവിടുന്ന് അടിച്ചിറക്കാനും മടിക്കില്ല എന്നെല്ലാം കരുണ പറയുമ്പോൾ കണ്ണൻ അവളെ വലിയ വിശ്വാസമാണ്. ആ വിശ്വാസമാണ് നമ്മൾ ആദ്യം തകർക്കേണ്ടത്. അതിന് അവർ തമ്മിൽ കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കണ്ണൻ നേരിൽ കാണണം എന്നെല്ലാം കരുണയോടും മഞ്ജുവിനോടുമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി ഓഫീസിലെത്തി സ്വന്തം ക്യാബിനിലേക്ക് ചെല്ലുന്നു. കണ്ണൻ പറഞ്ഞതുപോലെ മുല്ലപ്പൂവെല്ലാം ചൂടി തനി നാടൻ സുന്ദരിയായിട്ടാണ് കേട്ടോ മഹാലക്ഷ്മി ഓഫീസിലെത്തുന്നത്. അങ്ങനെ സീറ്റിലിരിക്കുന്നതിന് മുൻപായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് സാഗർ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം ലക്ഷ്മിനോട് തുറന്നു പറയാൻ പറ്റിയ അവസരമാണെന്ന് ഇതേ സമയം സാഗർ മനസ്സിൽ പറയുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി കണ്ണനെ വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാഗറും മഹാലക്ഷ്മിയും തമ്മിൽ വഴിവിട്ട ഒരു ബന്ധമുണ്ടെന്ന് കണ്ണന് സംശയം തോന്നുന്ന എന്തോ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വ്യക്തമല്ലെങ്കിലും അങ്ങനെയുള്ള ഒരു കാര്യം പ്രമോയിൽ കാണിക്കുന്നുണ്ട്. മാത്രമല്ല സാഗർ തന്റെ ഇഷ്ടം മഹാലക്ഷ്മിയോട് തുറന്നു പറയും. ഇതറിയുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ സാഗറിനെ അവിടെ നിന്നും ആട്ടി ഇറക്കി വിടും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിന്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത്.